40 വർഷത്തെ യാത്ര, അത്ഭുതങ്ങളും കലാപങ്ങളും അനുസരണവും പരാജയങ്ങളും നിറഞ്ഞ സംഭവബഹുലമായ ഒരു യാത്ര ഇപ്പോൾ അതിന്റെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മത്സരികളെ സംഹരിക്കാനായി ഭൂമി തന്നെ വായ തുറക്കുന്നു. ആകാശത്തിൽ നിന്ന് അഗ്നിസർപ്പങ്ങൾ ഇറങ്ങുന്നു. ഇസ്രയേലിനെ ശപിക്കാൻ പുറപ്പെട്ട പ്രവാചകൻ കഴുതയുടെ വായിലൂടെ ശാസിക്കപ്പെടുന്നു. അതേസമയം ദൈവത്തിന്റെ വിശ്വസ്തദാസനായ മോശ ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യമായ പ്രവൃത്തി അദ്ദേഹത്തെ വാഗ്ദത്ത ദേശത്തേക്കു കടക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. ഒരു ജനതയെ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്കു കൈപിടിച്ചു കയറ്റേണ്ടിയിരുന്ന അദ്ദേഹത്തിന് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആ സ്വപ്നഭൂമി ഒരു നോക്കു കാണാൻ മാത്രമേ അനുവാദം ലഭിക്കുന്നുള്ളൂ. അടിമകളുടെ ഇടയിൽ ജനിച്ചു, രാജകൊട്ടാരത്തിൽ വളർന്നു, രാജാവിനെതിരെ മത്സരിച്ച് ഒരു ജനതയെ മുഴുവനും അടിമത്വത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന്റെ പ്രിയദാസനായ മോശയുടെ അവസാന യാത്രയാണിത്. മനുഷ്യന്റെ ബലഹീനതകൾക്കിടയിലും ദൈവത്തിന്റെ വിശ്വസ്തത തെളിയിക്കുന്ന ഒരു സംഭവകഥ. വർഷങ്ങൾ നീണ്ട അലഞ്ഞുതിരിയൽ ആരംഭിച്ചപ്പോൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ കലാപം ഉയർന്നുവന്നു. ഇത്തവണ കോഹാത്ത് ഗോത്രത്തിൽപ്പെട്ട ലേവ്യനായ കോരഹ് രൂബേൻ ഗോത്രത്തിൽപ്പെട്ട ദാഥാനും അബീരാമുമായി ഒത്തുചേർന്ന് മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവർ സമൂഹത്തിലെ 250 പ്രശസ്തരായ നേതാക്കളെ വിളിച്ചുകൂട്ടി മോശയുടെയും അഹ്റോന്റെയും മുമ്പാകെ കൊണ്ടുവന്നു. അവർ പ്രഖ്യാപിച്ചു, നിങ്ങൾ അതിരുകടക്കുന്നു. സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. യഹോവ അവരുടെ മധ്യേയുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്കുമീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നതെന്തിന്? ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവനാരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോടടുക്കുമാറാക്കും. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായി യഹോവ ലേവ്യരെ നേരത്തെ തന്നെ വേർതിരിച്ചിട്ടുണ്ടെന്ന് മോശ കോരഹിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ കോരഹ് സേവനത്തിൽ തൃപ്തനായില്ല. പൗരോഹിത്യം തന്നെ അവൻ ആഗ്രഹിച്ചു. മോശെ ഒരു പരീക്ഷണം നിർദ്ദേശിച്ചു. ഓരോ മത്സരിയും ഒരു ധൂപകലശമെടുത്ത് അതിൽ തീയും ധൂപവർഗവുമിട്ട് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കണമായിരുന്നു. വിശുദ്ധനായവനെ കർത്താവ് തന്നെ തിരഞ്ഞെടുക്കട്ടെ. എന്നാൽ ദാഥാനും അബീരാമും വരാൻ വിസമ്മതിച്ചു. തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് അവർ വീണ്ടും മോശയെ കുറ്റപ്പെടുത്തി പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശത്തുനിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഞങ്ങളെ കൊലയ്ക്കുകൊടുത്തു പോരായോ? നീ ഞങ്ങളെ ഭരിക്കുമോ? പിറ്റേന്ന് കോരഖും അനുയായികളും ധൂപകലശങ്ങളുമായി സമാഗമന കൂടാരത്തിനു മുമ്പിൽ നിന്നു. കർത്താവിന്റെ തേജസ് മുഴുവൻ സഭയുടെയും മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, ഇവരുടെ ഇടയിൽ നിന്നു മാറിപ്പോകുവിൻ. ഞാൻ അവരെ ഒരു ക്ഷണത്തിൽ സംഹരിക്കും. മോശെയും അഹരോനും കവിണ്ണു വീണു ജനത്തിനു വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന്റെ കൽപ്പനപ്രകാരം ജനം കോരഖ്, ദാഥാൻ, അബീരാം എന്നിവരുടെ കൂടാരങ്ങളിൽ നിന്നു മാറിപ്പോയി. മോശെ പ്രഖ്യാപിച്ചു, ഇതിനാൽ കർത്താവാണ് എന്നെ അയച്ചതെന്ന് നിങ്ങളറിയും. ഈ മനുഷ്യന് സ്വാഭാവിക മരണം ലഭിച്ചാൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല. അവൻ സംസാരിച്ചു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. കോരഹിനെയും ദാഥാനെയും അബീരാമിനെയും അവരുടെ കുടുംബങ്ങളെയും അവർക്കുള്ള സകലത്തെയും ഭൂമി വിഴുങ്ങി. അവർ ജീവനോടെ ശവക്കുഴിയിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടഞ്ഞു. അതേസമയം യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. ഭൂമി കോരഹിനെ വിഴുങ്ങുകയും തീ 250 നേതാക്കളെ ദഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ ഇസ്രായേല്യർ മുഴുവൻ മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു. അനുതപിക്കുന്നതിനു പകരം അവർ ദൈവത്തിന്റെ ന്യായവിധിക്ക് മോശയെയും അഹരോനെയും കാരണക്കാരാക്കി കുറ്റപ്പെടുത്തി. യഹോവയുടെ കോപം വീണ്ടും ജ്വലിച്ചു.
ദൈവം മോശയോടും അഹരോനോടും പറഞ്ഞു, ഈ സഭയുടെ മധ്യേ നിന്നു മാറിപ്പോകുവിൻ. ഞാൻ അവരെ ഉടനെ നശിപ്പിക്കും. ജനങ്ങളുടെ ഇടയിൽ ഒരു ബാധ പൊട്ടിപ്പുറപ്പെട്ടു. മോശ ഉടനെ അഹരോനോട് പറഞ്ഞു, നിന്റെ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയും ധൂപവർഗവുമിട്ട് വേഗത്തിൽ ജനങ്ങളുടെ മധ്യേ ചെന്ന് അവർക്കുവേണ്ടി പ്രായശ്ചിത്തം കഴിക്ക്. അഹരോൻ ഒരു മടിയും കൂടാതെ അനുസരിച്ചു. അവൻ പാളയത്തിന്റെ നടുവിലേക്കോടി. ബാധ ഇതിനകം പടർന്നു തുടങ്ങിയിരുന്നു. ആളുകൾ ഇരുവശത്തും മരിച്ചു വീണുകൊണ്ടിരുന്നു. അഹരോൻ ജീവനുള്ളവർക്കും മരിച്ചവർക്കുമിടയിൽ നിന്നു ബാധ നിലച്ചു. 14,700 പേർ അന്നു മരിച്ചു. പുരോഹിതരുടെ മധ്യസ്ഥതയുടെ പ്രതീകമായ ധൂപവർഗവുമായി അഹരോൻ നിന്നപ്പോൾ മാത്രമാണ് ദൈവകോപം നിലച്ചത്. ജനങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അറുതി വരുത്തുന്നതിനായി 12 ഗോത്രങ്ങളിലെയും നേതാക്കളിൽ നിന്നുള്ള ഒരു വടി സമാഗമന കൂടാരത്തിൽ തന്റെ മുമ്പാകെ വയ്ക്കാൻ യഹോവ കൽപ്പിച്ചു. രാവിലെ ആയപ്പോഴേക്കും അഹരോന്റെ വടി മാത്രം ജീവൻ പ്രാപിച്ചു. തളിർത്തു, പൂത്തു, അതിൽ ബദാം കായ്ച്ചു. മറ്റുള്ളവ നിർജീവമായി തന്നെയിരുന്നു. പിന്നെ യഹോവ പറഞ്ഞു, അവരുടെ പിറുപിറുപ്പ് അവസാനിപ്പിക്കാൻ ഒരടയാളമായി അഹരോന്റെ വടി തിരികെ കൊണ്ടുവരിക. അങ്ങനെ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനെ സ്ഥിരപ്പെടുത്തി തന്റെ ജനങ്ങൾക്കിടയിൽ ക്രമം പുനഃസ്ഥാപിച്ചു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർക്കെതിരായ മത്സരം ദൈവത്തിനെതിരായ മത്സരമാണ്. എന്നിരുന്നാലും തെറ്റുകാർക്കെതിരെയുള്ള ന്യായവിധിയിൽ പോലും നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗവും കർത്താവ് നൽകി. അധികാരം ബലപ്രയോഗത്താൽ പിടിച്ചെടുക്കപ്പെടേണ്ടതല്ല, മറിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടതാണെന്നും ഇത് തെളിയിക്കുന്നു. 1-ാം മാസം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും സീൻ മരുഭൂമിയിലെത്തി കാദേശിൽ പാളയമിറങ്ങി. മോശയുടെ സഹോദരിയായ മിരിയാം അവിടെ വെച്ച് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. വീണ്ടും ജനങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. വീണ്ടും അവർ മോശയ്ക്കും അഹരോനുമെതിരെ സംഘടിച്ചു. അവർ പരാതി പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. യഹോവ പറഞ്ഞു, നീ വടിയെടുത്ത് അവർ കാൺകെ പാറയോട് കൽപ്പിക്ക. അപ്പോൾ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം. തന്നോടു കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്നു വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി. മത്സരികളെ, കേൾക്കുവിൻ. ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി വെള്ളം പുറപ്പെടുവിക്കണമോ? പിന്നെ മോശ തന്റെ വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വെള്ളം പുറപ്പെട്ടു, ജനം കുടിച്ചു. എന്നാൽ യഹോവ മോശയോടും അഹരോനോടും പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ ദൃഷ്ടിയിൽ എന്നെ വിശുദ്ധനായി ബഹുമാനിക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരുന്നതിനാൽ ഈ സഭയെ ഞാൻ അവർക്ക് നൽകുന്ന ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകില്ല. ഇത് മെരീബായിലെ വെള്ളമായിരുന്നു. അവിടെ മോശ ജനങ്ങളുടെ മുമ്പാകെ ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇസ്രായേലിയർ പിന്നെ കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിലെത്തി. അവിടെ വെച്ച് യഹോവ മോശയോടും അഹരോനോടും അരുളിച്ചെയ്തതു: അഹരോൻ തന്റെ ജനത്തോട് ചേരും. കലഹജലത്തിങ്കൽ നിങ്ങളെന്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അഹരോനെയും അവന്റെ മകൻ എലെയാസാരിനെയും ഹോർ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകാൻ യഹോവ മോശയോട് കൽപ്പിച്ചു. അവിടെ വച്ച് മോശ അഹരോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലെയാസാരിനെ ധരിപ്പിച്ചു. അഹരോൻ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. അഹരോൻ മരിച്ചുപോയി എന്ന് ജനം കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും 30 ദിവസം അവനെക്കുറിച്ച് വിലപിച്ചു.
യാത്ര തുടരുമ്പോൾ ജനം വീണ്ടും അക്ഷമരായി. അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. പലരും അവയുടെ കടിയേറ്റു മരിച്ചു. ജനം മോശയുടെ അടുക്കൽ ചെന്നു. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം. മോശെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് പറഞ്ഞു, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം കടിച്ച ഒരാൾ താമ്രസർപ്പത്തെ നോക്കുമ്പോൾ അവർ മരിക്കാതെ രക്ഷപ്പെട്ടു. ഇവിടെ രോഗശാന്തി വന്നത് മരുന്നുകളിലൂടെയോ അവരുടെ പരിശ്രമത്താലോ അല്ല, അനുസരണത്തിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ്. ശക്തി സർപ്പത്തിലല്ല, മറിച്ച് ദൈവവചനത്തിലായിരുന്നു. ഇസ്രയേൽ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയപ്പോൾ ബാലാഖ് രാജാവിന്റെ ഹൃദയത്തിൽ ഭയം പിടിപെട്ടു. ഇസ്രയേൽ അമോര്യരോട് ചെയ്തത് അവൻ കണ്ടിരുന്നു. വാളുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ ബാലാഖ് ക്ഷുദ്രപ്രയോഗത്തിലേക്ക് തിരിഞ്ഞു. അവൻ പ്രശസ്തനായ ഒരു ശകുനവാദിയായ ബിലയാമിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അവർ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. വരൂ, എനിക്കു വേണ്ടി ഈ ജനത്തെ ശപിക്കുക. അവർ എന്നേക്കാൾ ശക്തരാണ്. ഇന്നു രാത്രി ഇവിടെ പാർപ്പിൻ. യഹോവ എന്നോട് അരുളി ചെയ്യുന്നതുപോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം. അവർ അന്ന് ബിലയാമിനോടുകൂടെ പാർത്തു. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. അങ്ങനെയെങ്കിൽ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഇവിടുന്ന് തുരത്താൻ എനിക്ക് കഴിയും എന്നിങ്ങനെ പറഞ്ഞ് മോവാബ് രാജാവായ സിപ്പോരിന്റെ മകനായ ബാലാക്ക് എന്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്ന ദൂതന്മാരാണിവർ. നീ അവരോടുകൂടെ പോകരുത്. ആ ജനത്തെ ശപിക്കയുമരുത്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ബിലേയാം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവിൻ. നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല. ആ ദൂതന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലയാമിന് ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്നു പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ കൂടുതൽ മാന്യരായ പ്രഭുക്കന്മാരെ അവിടേക്കയച്ചു. അവർ ബിലയാമിന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുതേ. ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. വന്ന് എനിക്കു വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് ബാലാക്ക് രാജാവ് പറയുന്നു. ബാലാക്ക്, എന്റെ വീട് നിറച്ചു വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ചു ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. അതുകൊണ്ട് യഹോവ ഇന്ന് രാത്രി ഇതിനെക്കുറിച്ച് എന്തരുളി ചെയ്യുമെന്നു ഞാൻ നോക്കട്ടെ. നിങ്ങളും ഈ രാത്രി ഇവിടെ താമസിക്കൂ. രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ടു അവരോടുകൂടെ പോകാം. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്നു കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റു, കഴുതയ്ക്കു കോപ്പിട്ടു, അവരോടുകൂടെ പോയി. അവൻ പോകുന്നതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവനു പ്രതിയോഗിയായി നിന്നു. അവൻ കഴുതപ്പുറത്തു കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെയുണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്നു മാറി വയലിലേക്കു പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ടു ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നുകളഞ്ഞു. ബിലയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ടു അടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലയാമിനോട് ചോദിച്ചു, നീ എന്നെ 3 പ്രാവശ്യം അടിക്കാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു? നീ എന്നെ കളിയാക്കിയതുകൊണ്ടാണ്. എന്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു. ഞാൻ നിന്റെ കഴുതയല്ലയോ?
ഇക്കാലമൊക്കെയും എന്റെ പുറത്തല്ലേ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട് പറഞ്ഞു, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്തിന്? ഇതാ, ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ടു ഈ 3 പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്കെതിരായി വഴിയിൽ നിന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്കനിഷ്ടമെന്നു വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. വേണ്ട, ഇവരോടുകൂടെ പോക. എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ. അങ്ങനെ ബിലെയാം ബാലാക്കിന്റെ പ്രഭുക്കന്മാരോടുകൂടെ പോയി. ബിലെയാം വരുന്നു എന്ന് ബാലാക്ക് കേട്ടപ്പോൾ അവനെ സ്വീകരിക്കാനായി അയാൾ ചെന്നു. ബിലെയാമിലൂടെ ഇസ്രയേലിനെ ശപിക്കാൻ ബാലാക്ക് 3 തവണ ശ്രമിച്ചു. ആദ്യം ബാമോത്ത് ബാലിൽ, പിന്നീട് പിസ്ഗ പർവ്വതത്തിൽ, ഒടുവിൽ പേയോർ പർവ്വതത്തിൽ. ഓരോ തവണയും ഒരു ശാപത്തിനു പകരം ദൈവം ബിലെയാമിന്റെ വാക്കുകളെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. ഒരു മനുഷ്യപദ്ധതിക്കും ദൈവഹിതത്തെ തകിടം മറിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഇസ്രയേലിനെ ദൈവത്താൽ അനുഗ്രഹിതരും തിരഞ്ഞെടുക്കപ്പെട്ടവരും സംരക്ഷിക്കപ്പെട്ടവരുമെന്ന് ബിലെയാം പ്രഖ്യാപിച്ചു. കോപാകുലനായ ബാലാക്ക് വിളിച്ചു പറഞ്ഞു, എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ വിളിച്ചു. എന്നാൽ നീ ഇപ്പോൾ 3 തവണയും അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് എന്റെ നാവിൽ തരുന്നത് ഞാൻ സംസാരിക്കേണ്ടതല്ലയോ? ബിലെയാമിന് ഇസ്രായേലിനെ പരസ്യമായി ശപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ ഹൃദയം ശുദ്ധമായിരുന്നില്ല. പിന്നീട് അവൻ മോവാബിന് രഹസ്യമായി ഉപദേശം നൽകി. അധാർമികതയിലൂടെയും വിഗ്രഹാരാധനയിലൂടെയും ഇസ്രായേലിനെ പാപത്തിലേക്ക് വശീകരിക്കാൻ. പലരും അതിൽ വീണു. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വീണ്ടും പതിച്ചു. വിഗ്രഹാരാധനയും അധാർമികതയും വഴി ഇസ്രായേലിനെ എങ്ങനെ കൊടുക്കാമെന്ന് ബിലെയാം ബാലാക്കിനെ പഠിപ്പിച്ചു. അങ്ങനെ ഇസ്രായേലിനെ വായ്കൊണ്ട് അനുഗ്രഹിച്ച മനുഷ്യൻ ചതിയിലൂടെ അവരെ നശിപ്പിക്കാൻ തുടങ്ങി. ഒടുവിൽ ബിലെയാം തന്നെ വാളാൽ വീണു. മിദ്യാനെതിരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ബിലെയാം വാളാൽ കൊല്ലപ്പെട്ടു. അവൻ ദൈവജനത്തോടൊപ്പമല്ല, ദൈവത്തിന്റെ ശത്രുക്കളുടെ ഇടയിലാണ് മരിച്ചത്. ദൈവത്തിന്റെ പ്രവാചകനായിട്ടല്ല, മറിച്ച് ഒരു മുന്നറിയിപ്പായിട്ടാണ് അയാൾ ഓർമ്മിക്കപ്പെട്ടത്. അർദ്ധമനസ്സോടെയുള്ള അനുസരണവും വിശ്വാസത്തിലുള്ള വിട്ടുവീഴ്ചയും അനുഗ്രഹത്തിലേക്ക് നയിക്കില്ല, മറിച്ച് നാശത്തിലേക്ക് നയിക്കുമെന്നുള്ള മുന്നറിയിപ്പ്. 40 വർഷത്തെ അലഞ്ഞുതിരിയൽ അവസാനിച്ചപ്പോൾ മോശ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചുകൂട്ടി. അവൻ അവരുടെ യാത്രയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. അവരുടെ പരാജയങ്ങൾ, വിജയങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത എല്ലാം. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവൻ ന്യായപ്രമാണം വീണ്ടും ആവർത്തിച്ചു വായിച്ചു. മോശ അവർക്ക് മുന്നറിയിപ്പ് നൽകി. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്നു സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രാഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്നു സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അനുസരണത്തിന് അനുഗ്രഹങ്ങളും മത്സരത്തിന് അനന്തരഫലങ്ങളും ഉണ്ടാകുമെന്ന് അവൻ പ്രവചിച്ചു. അവരുടെ ശക്തിയാലല്ല അവർ ദേശം നേടിയെടുത്തതെന്നും കർത്താവിൻ്റെ വാഗ്ദാനത്താലാണ് എന്നും അവൻ അവരെ ഓർമ്മിപ്പിച്ചു. പിന്നെ യഹോവ മോശയോട് പറഞ്ഞു, നെബോ പർവ്വതത്തിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശം നോക്കിക്കാണുക. പർവ്വതത്തിൽ നിന്ന് ദൈവം
മോശയ്ക്ക് ദാൻ മുതൽ നെഗേവ് വരെയുള്ള മുഴുവൻ ദേശവും കാണിച്ചുകൊടുത്തു. അപ്പോൾ യഹോവ പറഞ്ഞു, ഞാൻ വാഗ്ദാനം ചെയ്ത ദേശമാണിത്. നിന്റെ കണ്ണുകൾ കൊണ്ട് ഞാനത് നിനക്ക് കാണിച്ചു തന്നു, പക്ഷേ നീ അതിൽ കടക്കുകയില്ല. അവിടെ വച്ച് യഹോവയുടെ ദാസനായ മോശ മരിച്ചു. അവന് 120 വയസ്സായിരുന്നു. എന്നിട്ടും അവന്റെ കണ്ണുകൾ മങ്ങിയിരുന്നില്ല, ശക്തി ക്ഷയിച്ചിരുന്നില്ല. യഹോവ തന്നെ മോശയെ മോവാബ് ദേശത്ത് അടക്കം ചെയ്തു. ഇന്നുവരെ ആരും അവന്റെ ശവക്കുഴി കണ്ടിട്ടില്ല. നൂനിന്റെ മകനായ യോശുവയെ മോശ കൈവച്ചനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവന്റെ സർവ്വസൈന്യത്തോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാൺകെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും ഓർത്തുനോക്കിയാൽ യഹോവയെ മുഖാമുഖമറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മോശയ്ക്കൊരിക്കലും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. എങ്കിലും ദൈവത്തോട് ഇത്രയടുത്ത് നടന്ന മറ്റൊരു മനുഷ്യനും അന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിലൊഴുക്കിവിട്ട കൊട്ടയിലെ ആ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ യഹോവയുടെ പ്രിയപ്പെട്ട പ്രവാചകനാകുന്നതുവരെയുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അനുസരണവും മധ്യസ്ഥതയും ത്യാഗവും കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. അവൻ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കുമിടയിൽ നിന്നു ദൈവത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചു. മോശയുടെ യാത്ര മരുഭൂമിയിൽ അവസാനിച്ചു. എന്നാൽ അവന്റെ പൈതൃകം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിലനിൽക്കുന്നു. അപൂർണതകൾക്കും വെല്ലുവിളികൾക്കുമിടയിൽ പോലും ദൈവത്തോടൊപ്പം എളിമയോടെയും വിശ്വസ്തയോടെയും നടക്കുന്നവരിലൂടെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.